Hi everyone, welcome back to Avanor English Hub. In our previous videos, we discussed adjectives from both traditional grammar and modern grammar perspectives. Today, we are moving on to another important word class in grammar, that is adverbs. So, in this video, we will explore adverbs, their function, types and classification in both traditional and modern grammar. By the end of this lesson, you will have a clear understanding on how adverbs work and how they differ from adjectives. So, let's start with adverbs. Adverb എന്ന് വെച്ചാൽ വേർഡ് നമുക്കറിയാലോ വേർഡ് ക്ലാസ്സിലുള്ള ഒരു വേർഡാണ് ദാറ്റ് മോഡിഫൈ എ വേർബ് ഒരു വേർഡിനെ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ an adjective ഒരു adjectiveനെ മോഡിഫൈ ചെയ്യാനോ അതല്ലാന്നെങ്കിൽ another adverbനെ മോഡിഫൈ ചെയ്യാനോ sometimes a whole sentence ഇതാണ് adverbന്റെ ഒരു യൂസ് അല്ലെങ്കിൽ what is adverb എന്ന് വെച്ചാൽ it modify a verb it modify an adjective it modify an adverb അല്ലെങ്കിൽ എന്താണ് a whole sentence ഒരു സെന്റൻസിനെ തന്നെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് adverb. ഇത് കൂടുതൽ ഈ ഡെഫിനിഷൻ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണമെന്നില്ല. ബട്ട് നമ്മൾ ഓരോന്നും ഇപ്പോൾ എന്താണ് എങ്ങനെയാണ് ഒരു വേർബിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളത്, എങ്ങനെയാണ് ഒരു അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുക, എങ്ങനെയാണ് അനദർ അഡ്വേർബിനെ മോഡിഫൈ ചെയ്യുക, എങ്ങനെയാണ് ഹോൾ സെന്റൻസിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് ചെയ്യും നമ്മൾ പഠിച്ചു വരും. അപ്പോൾ അത് കൂടുതലായിട്ട് മനസ്സിലാവും. So, an adverb is a word that add more information about. Simple ആയിട്ട് ഇതിന്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കുകയാണെന്നെങ്കിൽ an adverb is a word that add more information about a verb, an adjective or another verb, sometimes a whole sentence. It tells us how, when, where, how often or to what extent something happens. ഇതാണ് adverb എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വേർബിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളത് സിമ്പിൾ ആയിട്ട് വളരെ ഷോർട്ട് ആയിട്ട് പറയുകയാണെന്നെങ്കിൽ ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, ഹി റൺസ് ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. ഈ രണ്ട് സെന്റൻസിലും ബ്യൂട്ടിഫുള്ളി അതേപോലെ തന്നെ ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് മോർ അബൌട്ട് വേർബ്, വേർബിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻ തരുന്നതാണ് ഇവിടെ ബ്യൂട്ടിഫുള്ളിയും ഫാസ്റ്റും. ഇതിലേതാ വേർബ് ഈ സെന്റൻസിൽ? ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്ന സെന്റൻസിൽ സിങ്സ് ആണ് ഇവിടെ വേർബ് അല്ലെ. ഹി റൺസ് ഫാസ്റ്റ് എന്നുള്ളതിൽ റൺ ആണ്. വേർബ് എന്താ നമ്മൾ പഠിച്ചു? ആക്ഷൻ അല്ലെ, ആക്ഷൻ ചെയ്യുന്ന വേർബിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേർബ്സ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ ഈ സെന്റൻസിൽ സിങ്സ് ആണ് വേർബ്, റൺസ് ആണ് വേർബ്. ഇവിടെ ഈ സിങ്സ് എന്ന് പറയുന്നത് എന്താണ്? ആക്ഷൻ. റൺസ് എന്ന് പറയുന്നതും ആക്ഷൻ. അപ്പൊ ഈ ഒരു ആക്ഷനെ കുറിച്ചിട്ട് കൂടുതൽ പറയുന്ന വാക്കുകളെയാണ് നമ്മളിവിടെ അഡ്വേർബ് എന്ന് പറയുന്നത്. ഈ ആക്ഷനെ കുറിച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ആക്ഷൻ എന്ത് തരത്തിലുള്ള ആക്ഷൻ ആണ് എന്ന് പറഞ്ഞു തരുന്ന വേർഡാണ് എന്ത്? ബ്യൂട്ടിഫുള്ളി. സിങ്സ് എന്ത് തരത്തിലാണ്? ബ്യൂട്ടിഫുള്ളി. റൺസ് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ്? ഫാസ്റ്റ്. അപ്പൊ അതാണ് മോഡിഫൈങ് എ വേർബ് എന്ന് പറയുന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി മോഡിഫൈങ് എൻ അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഡ്വേർബുകൾ ഉണ്ട്. ഇതിൽ ഏതാണ് അഡ്ജക്റ്റീവ്? She is very intelligent. സെന്റൻസ് നോക്കൂ. She is very intelligent. She സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലെ. സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം. അപ്പൊ ഷീ ഇന്റലിജന്റ്, അവളെ പറയുന്നതാണ് എന്ത്? ഇന്റലിജന്റ്. ഷീ ഈസ് ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? സെന്റൻസ് ഓക്കെയാണ്. പക്ഷെ അഡ്ജക്റ്റീവിന്റെ ക്വാളിറ്റി അത് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെരി എന്ന് പറയുന്ന അഡ്വേർബ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ മൂവി വാസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും സെന്റൻസ് ഓക്കെയാണ്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ മൂവിനെ ക്വാളിഫൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മൂവിനെ കുറിച്ച് പറയുന്നതാണ് ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അങ്ങനെ ആ ഇൻട്രസ്റ്റിംഗിന്റെ ആ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്വേർബ് ആണ് എക്സ്ട്രീംലി. ഇപ്പൊ മനസ്സിലായല്ലോ? വേർബിനെ ഇവിടെ ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി എന്നുള്ളടത്ത് വേർബ് സിങ്സ് എന്ന് പറയുന്ന വേർബിനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന വേർഡ്. അതേപോലെ തന്നെ ഇവിടെ ഇന്റലിജന്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി വെരി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള അഡ്വേർബ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് വേർബിനെ മോഡിഫൈ ചെയ്യുന്നത്? ഇനി അനദർ അഡ്വേർബ്, വേറൊരു അഡ്വേർബും കൂടെ ഉണ്ട് അല്ലെ. മോഡിഫൈങ് അനദർ അഡ്വേർബ്, അഡ്വേർബിനെ തന്നെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. നോക്കാം. ഹി റൺസ്
വെരി ക്വിക്ക്ലി. റൺസ് ആക്ഷൻ ആണ്. അപ്പൊ ഈ ആക്ഷനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി വരുന്ന അഡ്വേർബ് ആണ് ക്വിക്ക്ലി ആണല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് മോഡിഫൈങ് എ വേർബ് എന്നുള്ള ഇവിടെ പറഞ്ഞു അല്ലെ. സിങ്സ് എന്ന് പറയുന്ന ആക്ഷനെ മോഡിഫൈ ചെയ്യുന്നതാണ് എന്ത്, ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത്. റൺസ് എന്ന് പറയുന്ന ആക്ഷനെയാണ് ഇവിടെ ഫാസ്റ്റ് എന്ന് പറഞ്ഞ് അഡ്വേർബ് അല്ലെ, ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പൊ അതേപോലെ ഈ ഒരു സെന്റൻസ് നോക്കൂ, ഹി റൺസ് വെരി ക്വിക്ക്ലി എന്ന് പറയുന്ന സെന്റൻസിൽ റൺസ് എന്ന് പറയുന്ന ആക്ഷനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു അഡ്വേർബ് ഓൾറെഡി വന്നു, ക്വിക്ക്ലി. ഇനി ആ ക്വിക്ക്ലിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വേറൊരു അഡ്വേർബ് ആണ് വെരി. അപ്പൊ ഒരു സെന്റൻസിൽ തന്നെ രണ്ട് അഡ്വേർബ് ആയി. ഓക്കെ, അപ്പൊ അങ്ങനെ അഡ്വേർബിനെ തന്നെ മോഡിഫൈ ചെയ്യാൻ വരുന്ന വേറൊരു അഡ്വേർബ്. അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും, ഇത് യൂസ് ചെയ്യും. ഇനി മോഡിഫൈങ് എ ഹോൾ സെന്റൻസ്. ഫോർച്ചുനേറ്റ്ലി നോബഡി വാസ് ഹേർട്ട്. സാഡ്ലി ദ മാച്ച് വാസ് ക്യാൻസൽഡ്. ഇതൊക്കെ എന്താണ്, ദ അഡ്വേർബ് കമന്റ്സ് ഓൺ ദ എൻറ്റയർ സെന്റൻസ്. ഈ ഫോർച്ചുനേറ്റ്ലി, സാഡ്ലി എന്നൊക്കെ പറയുന്നത് അഡ്വേർബ് ആണ്. ദ നോബഡി വാസ് ഹേർട്ട്, ഭാഗ്യവശാൽ അല്ലെങ്കിൽ സാഡ്ലി, നമ്മളെ മൂഡ് പറയുന്നത്. അഡ്വേർബിന്റെ ഡിഫറെന്റ് ടൈപ്സ് പറയുമ്പോൾ ഈ ഹോൾ സെന്റൻസിന്റെ ഈ ഒരു പാറ്റേൺ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ഒരുപാട് അഡ്വേർബിന്റെ ഡിവിഷൻസ് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ആ ഒരു ഡിവിഷൻസ് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ, ഇത്ര ഏരിയ ക്ലിയർ ആണല്ലോ അല്ലെ. നമ്മൾ പറഞ്ഞത് അഡ്വേർബ് ആണ്. അഡ്വേർബ് എന്ന് പറയുന്നത് ഒരു വേർബിനെ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ അല്ലെങ്കിൽ വേറൊരു അഡ്വേർബിനെയോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു സെന്റൻസിനെയോ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ അഡ്വേർബ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ആ പറഞ്ഞ ഓരോന്നും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. വാട്ട് ഈസ് എൻ അഡ്വേർബ്? ലുക്ക് അറ്റ് ദി സെന്റൻസ്. അലി റൺസ്. അലി റൺസ് എന്ന് പറയുന്ന ഒരു സെന്റൻസ്. അലി സബ്ജക്റ്റും റൺസ് എന്ന് പറയുന്നത് ആക്ഷനും. ഇവിടെ എന്തില്ല, അഡ്വേർബ് എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്ത് ചെയ്യാണ്, നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ലുക്ക് അറ്റ് ദി സെന്റൻസ്. അലി റൺസ് എന്ന് പറയുന്ന ഒരു സെന്റൻസ്. അത് സെന്റൻസ് ആണല്ലോ, മീനിങ് കംപ്ലീറ്റ് ആണ്. അലി ഓടുകയാണ് എന്ന് പറയുന്നത്. ദിസ് സെന്റൻസ് ടെൽ us only that അലി റൺസ്. അലി ഓടുകയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. എങ്ങനത്തെ ഓട്ടാണെന്നുള്ളതൊന്നും നമ്മളോട് പറയുന്നില്ല. അപ്പൊ ഇവിടെ അടുത്തൊരു സെന്റൻസും കൂടെ നോക്കൂ. അലി റൺസ് ക്വിക്ക്ലി. ക്വിക്ക്ലി എന്ന് പറയുന്ന ഒരു വേർഡ് എന്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് തരുന്നത്? റൺസ് അല്ലെ. റൺസിനെ കുറിച്ചിട്ടുള്ള അലിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ആണോ? അല്ല. റൺ, ഓട്ടത്തിനെ കുറിച്ചിട്ടാണ്. എങ്ങനത്തെ ടൈപ്പ് ഓട്ടാണെന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ റൺസ് എന്ന് പറയുന്ന വേർബിനെ കുറിച്ചിട്ട് നമുക്ക് തരുന്ന എക്സ്ട്രാ ഇൻഫോർമേഷൻ ആണ് ക്വിക്ക്ലി. അപ്പൊ ഇവിടെ അഡ്വേർബ് ഏതാണ്? ക്വിക്ക്ലി. ഇങ്ങനെയാണ് നമ്മൾ അഡ്വേർബ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. സോ an adverb is a word that gives more information about an action, quality or another description. ഒരു ആക്ഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? അഡ്വേർബ് ആണ്. ആക്ഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടോ നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻസ് തരുന്നതിനെയാണ് നമ്മൾ അഡ്വേർബ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ കൂടെ നോക്കൂ. അലി കെയിം യെസ്റ്റർഡേ. ഇപ്പോൾ അലി കെയിം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്ഷൻ ആണ്, വന്നു എന്ന് പറയുന്നത്. ഈ കെയിം എപ്പോ വന്നു എന്നുള്ളതല്ല, നമ്മൾ വന്നു എന്ന് പറയുമ്പോൾ എപ്പോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ യെസ്റ്റർഡേ. അപ്പൊ ഈ കെയിം എന്ന് പറയുന്ന ആക്ഷനെ കുറിച്ചിട്ട് മോർ ഇൻഫോർമേഷൻ തരുന്ന വാക്കുകളാണ് നമ്മൾ അഡ്വേർബ് എന്ന് പറയുക. അപ്പൊ ഇവിടെ യെസ്റ്റർഡേ അഡ്വേർബ് ആണ്. അലി ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. അപ്പോൾ വെയിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അഡ്വേർബ് ആണ്. അപ്പൊ എവിടെ വെയിറ്റിംഗ്? അല്ല, വെയിറ്റിംഗ് എന്ന് പറയുന്നത് വേർബ് ആണല്ലേ. ഈസ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വേർബും വെയിറ്റിംഗ് എന്ന് പറയുന്നത് മെയിൻ വേർബും ആണ് നമ്മൾ പഠിച്ചു. വേർബ് പഠിക്കുന്ന സമയത്ത് മെയിൻ വേർബും ഹെൽപ്പിംഗ് വേർബും ഓക്സിലറി വേർബ്സ് നമ്മൾ പഠിച്ചു. അതൊന്നും മറക്കരുത്, അതൊക്കെ ഇവിടെ ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പൊ അലി ഈസ് വെയിറ്റിംഗ്. വെയിറ്റിംഗ് എന്ന് പറയുന്നത് വേർബ് ആണ്. സോ എവിടെ, എന്ത്, എങ്ങനത്തെ വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? വെയിറ്റിംഗ് ഔട്ട്സൈഡ്. ഈ വെയിറ്റിംഗിനെ കുറിച്ചിട്ട് പറയുന്നതാണ് ഔട്ട്സൈഡ്, അല്ലാതെ അലിനെ കുറിച്ചിട്ടാണോ പറയുന്നതല്ല. വെയിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ ഇൻഫോർമേഷൻ തരുന്നതാണ് ഔട്ട്സൈഡ്. അപ്പൊ ഇതാണ് അഡ്വേർബ് എന്ന് പറയുന്നത്. ഏറെക്കുറെ ചെറിയ രീതിയിൽ മനസ്സിലായി തുടങ്ങിയല്ലോ അല്ലെ. ഇനി അഡ്വേർബ്. വാട്ട് ക്യാൻ ആൻ അഡ്വേർബ് മോഡിഫൈ? ഒരു അഡ്വേർബ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് മോഡിഫൈ ചെയ്യുക? ഒന്ന്, ഒരു വേർബിനെ മോഡിഫൈ ചെയ്യും, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. പിന്നെ an adjective മോഡിഫൈ ചെയ്യുന്നു പറഞ്ഞു. പിന്നെ വേറൊരു അഡ്വേർബിനെ മോഡിഫൈ ചെയ്യുന്നു പറഞ്ഞു. പിന്നെ ഒരു സെന്റൻസിനെ മോഡിഫൈ ചെയ്യുന്നു പറഞ്ഞു. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇവിടെ ഒരു വേർബിനെ മോഡിഫൈ എങ്ങനെയാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു. ഷീ
സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഇവിടെ വേർബ് എന്താണ്? സിങ്സ് ആണ്. അഡ്വേർബ് ബ്യൂട്ടിഫുള്ളി ആണ്. കാരണം സിങ്സ് എന്ന് പറയുന്ന വേർബിനെയാണ് ഇവിടെ ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ സിങ്സ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ബ്യൂട്ടിഫുള്ളിയിലൂടെ തന്നത്. അപ്പോൾ an adverb can modify a verb. ഇനി an adjective എങ്ങനെയാണ്? she is very beautiful. ഇവിടെ എന്താണ്? adjective ആണ് അല്ലെ? adjective മോഡിഫൈ ചെയ്യുന്നത് she, subject, is, verb, beautiful. ഷീനെ പറയുന്നതാണ് ബ്യൂട്ടിഫുൾ. ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാലും മീനിങ് ഉണ്ട്. ആരെയാണ് പറയുന്നത്? അവളെയാണ്. അപ്പൊ ഈ ബ്യൂട്ടിഫുൾ എങ്ങനത്തെ ബ്യൂട്ടിഫുൾ ആണ്? വെരി ബ്യൂട്ടിഫുൾ അല്ലെ? വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ ഈ ബ്യൂട്ടിഫുളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്യൂട്ടിഫുളിനെ കുറിച്ചിട്ട് കൂടുതൽ ഇൻഫോർമേഷൻ തരുന്നതാണ് വെരി. സോ ഇവിടെ എന്താണ്? സോ വെരി ഈസ് വെരി മോഡിഫൈഡ് അഡ്ജക്റ്റീവ്. സോ അഡ്ജക്റ്റീവ് എന്തിനൊക്കെ മോഡിഫൈ ചെയ്യും? ഒരു വേർബിനെ മോഡിഫൈ ചെയ്യും. ഇവിടെ നമ്മൾ കണ്ടു. ഇനി ഒരു ആഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യുന്നുള്ളത് നമ്മൾ ഇവിടെ കണ്ടു. ഓക്കെ. What can adverb modify? An adverb can modify a verb, an adjective, then another adverb. അപ്പോൾ വേർബിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു. അഡ്ജക്റ്റീവിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാന്നുള്ളത് പഠിച്ചു. ഇനി നമ്മൾ അഡ്വേർബിനെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഷീ സിങ്സ് വെരി ബ്യൂട്ടിഫുള്ളി. ഇതിൽ ഷീ സബ്ജക്റ്റ് ആണെന്ന് അറിയാം. സിങ്സ് വേർബ് ആണെന്ന് അറിയാം. ബ്യൂട്ടിഫുള്ളി എന്താ? ബ്യൂട്ടിഫുള്ളി അഡ്ജക്റ്റീവ് ആണോ അഡ്വേർബ് ആണോ? ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ അഡ്വേർബ് ആണെന്നുള്ളത്. അപ്പൊ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് ഷീനെയാണോ ഇവിടെ പറയുന്നത്? അല്ല അല്ലെ? ബ്യൂട്ടിഫുള്ളി എന്തിനാ ഇവിടെ പറയുന്നത്? ഷീനെയാണോ അതോ സിങ്സിനെയാണോ പറയുന്നത്? സിങ്സിനെയാണ് അല്ലെ? വേർബിനെ പറയുന്നത് കൊണ്ട് തന്നെ ബ്യൂട്ടിഫുള്ളി ഈ സെന്റൻസിൽ എന്താണ്? അഡ്ജക്റ്റീവ് അല്ല, അഡ്വേർബ് ആണ്. സോ ഈ അഡ്വേർബിനെ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ വെരി എന്ത് ചെയ്തിട്ടുള്ളത്? അഡ്വേർബ് ആയി വന്നത്. സോ വെരി മോഡിഫൈ അനദർ അഡ്വേർബ്. അപ്പൊ അനദർ അഡ്വേർബിനെ മോഡിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാണ്? ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്ന അനദർ അഡ്വേർബിനെ മോഡിഫൈ ചെയ്തിട്ടാണ് വേർബ് വരുന്നത്. അല്ലെങ്കിൽ ഈ ബ്യൂട്ടിഫുള്ളിനെ കുറിച്ച് മോർ ഇൻഫോർമേഷൻ തരുന്നതാണ് ഈ വെരി. സോ വെരി എന്ത് ചെയ്യുന്നുണ്ട്? വെരി മോഡിഫൈ അനദർ അഡ്വേർബ്. മനസ്സിലായല്ലോ അനദർ അഡ്വേർബിനെ എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ ഇതിന്റെ ഒരു സിമ്പിൾ ഫോർമുല നോക്കൂ. ഇവിടെ അഡ്വേർബ് പ്ലസ് വേർബ്. സ്ലോലി വാക്ക്ഡ്, ക്വിക്ലി റാൻ, ഹാപ്പിലി ഡാൻസ്ഡ്. ഇനി അഡ്വേർബ് പ്ലസ് അഡ്ജക്റ്റീവ് വരുമ്പോഴോ? വെരി ടോൾ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ കഴിഞ്ഞ സെന്റൻസിൽ ബ്യൂട്ടിഫുൾ എന്താണ്? ഷീനെ പറയുന്നതായിരുന്നു അല്ലെ? അപ്പൊ അത് അഡ്ജക്റ്റീവ് അഡ്വേർബും ആയി. എക്സ്ട്രീംലി ഹോട്ട്, ക്വൈറ്റ് ഈസി എന്നൊക്കെ പറയും. ഇനി അഡ്വേർബ് പ്ലസ് അഡ്വേർബ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ പോലത്തെ സെന്റൻസ് വെരി സ്ലോലി, എക്സ്ട്രീംലി ക്വിക്ലി, ക്വൈറ്റ് കെയർഫുള്ളി എന്നൊക്കെ പറയുന്നതാണ് എന്ത്? ആ ഫോർമുല. അപ്പൊ അഡ്വേർബ് പ്ലസ് വേർബ് ഉണ്ടാവും, അഡ്വേർബ് പ്ലസ് അഡ്ജക്റ്റീവ് ഉണ്ടാവും, അഡ്വേർബ് പ്ലസ് അഡ്വേർബ് ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് അഡ്വേർബ് ഒരു സെന്റൻസിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ അല്ലെ? ഇനി ഇവിടെ സെന്റൻസ് നോക്കൂ. ഇവിടെ 3 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അതില് അഡ്വേർബ് ഏതാണെന്നും ഏതിനെയാണ് മോഡിഫൈ ചെയ്യുന്നത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഹി റൺസ് ക്വിക്ലി എന്തിനാണ് മോഡിഫൈ ചെയ്യുന്നത്? വേർബിന്. റൺസ് എന്ന് പറയുന്ന വേർബിനെ മോഡിഫൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്വിക്ലി അഡ്വേർബ് ആയി. ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഇവിടെ അഡ്ജക്റ്റീവ് ആണല്ലേ? ഷീനെയാണ് ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്, അല്ലാതെ സോങ്ങിനെ ഡാൻസിനെ ഒന്നും അല്ലല്ലോ. ഷീനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ അഡ്ജക്റ്റീവിനെയാണ് ഇവിടെ മോഡിഫൈ ചെയ്തിട്ടുള്ളത്. ഹി റൺസ് വെരി ക്വിക്ലി. ക്വിക്ലി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? റൺസിനെയാണ് പറയുന്നത്. അപ്പോൾ ക്വിക്ലി എന്ന് പറയുന്നത് അഡ്വേർബ് ആണ്. അപ്പൊ അഡ്വേർബിനെ തന്നെ മോഡിഫൈ ചെയ്തിട്ടാണ് ഇവിടെ വെരി എന്ന് പറയുന്ന വേറൊരു അഡ്വേർബ് വരുന്നത്. സോ അഡ്വേർബിനെയാണ് ഇവിടെ മോഡിഫൈ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ആ ഒരു പാറ്റേൺ പോകുന്നത്. Why do we need adverbs? എന്തിനാ അല്ലേ? ആലോചിച്ച് നോക്കി. എന്തിനാ നമുക്ക് അഡ്വേർബ്സ്? അഡ്വേർബ്സ് ഇല്ലാത്തൊരു സെന്റൻസ് നോക്കൂ. ഹി സ്പീക്സ്. അവൻ സംസാരിക്കുന്നു. എന്ത്? എങ്ങനെ? നല്ല സംസാരാണോ ബാഡ് ആണോ ഒന്നും അറിയില്ല. അഡ്വേർബ്സ് ഉണ്ടാവുമ്പോഴോ? ഹി സ്പീക്സ് ഫ്ലുവൻ്റ്ലി. ഷീ അറൈവ്ഡ്. എപ്പെത്തി അല്ലേ? ആ ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഷീ അറൈവ്ഡ് ഏർലി, ഇനി ഷീ അറൈവ്ഡ് ലേറ്റ്ലി, ഷീ അറൈവ്ഡ് ഓൺ ടൈം. ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അഡ്വേർബ്. So adverb makes a sentence more informative and precise.
ഒരു സെന്റൻസിനെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും അഡ്വേർബ്സിന്റെ ഹെൽപ്പ് ചോദിക്കാറ്. സോ ഇപ്പൊ മനസ്സിലായി ഉണ്ടാവുമല്ലോ ഒരു സെന്റൻസിൽ അഡ്വേർബ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. Formation of adverbs. Many adverbs are formed by adding ly to adjectives. Quick ന്റെ കൂടെ ഒരു ly ആഡ് ചെയ്യുമ്പോൾ quickly, slow ന്റെ കൂടെ slowly. ഒരു ly ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും adjectives ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ചില സെന്റൻസിൽ. He is a quick runner. ഇത് adjective ആണ്. He is a quick. അപ്പൊ അവനെ കുറിച്ചിട്ടാണ് quick പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവൻ ഒരു ക്യുക്ക് ആയിട്ടുള്ള റണ്ണർ ആണ്. റണ്ണിനെയല്ല ഇവിടെ പറയുന്നത്, അവനെയാണ് ഇവിടെ ക്യുക്ക് എന്ന് പറയുന്നത്. അതിലൂടെ തന്നെ ക്യുക്ലി എന്ന് ആക്കുമ്പോൾ എന്ത് ചെയ്തു, ഹി റൺസ് ക്യുക്ലി, അപ്പൊ ഓട്ടത്തിനെയായി. ഹി റൺസ് ക്യുക്ലി, അപ്പൊ അത് അഡ്വേർബ് ആയി. അപ്പൊ മെയിൻലി ഒരു എല്ലാ ആഡ് ചെയ്യണതോട് കൂടിയിട്ട് അഡ്ജക്റ്റീവ്സിൽ അധികവും നമ്മൾ എന്ത് ചെയ്യും, അഡ്വേർബ് ആയിട്ട് യൂസ് ചെയ്യും. ഇനി എല്ലാ ly ആഡ് ചെയ്താൽ അങ്ങനെയാവോ? ഇല്ല. ഇപ്പൊ ഫാസ്റ്റ്, ഹാർഡ്, ലേറ്റ്, വെൽ, സ്ട്രേറ്റ് എന്നൊക്കെ പറയുന്ന ചില വേർഡ്സുകൾ ഉണ്ട്. അതൊന്നും എന്തില്ല, നമ്മൾ ly ആഡ് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ അതെന്താണ്, adjectives ആണ്, സോറി അഡ്വേർബ്സ് ആണ്. ഹി റൺസ് ഫാസ്റ്റ്, ഷീ വർക്ക് ഹാർഡ്. ഓക്കെ, ഇത് പറഞ്ഞ സമയത്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. അപ്പൊ നമ്മൾ ചില ആളുകളൊക്കെ ഇങ്ങനെ വിചാരിക്കും ly ആഡ് ചെയ്താലൊക്കെ എന്തായി, അഡ്വേർബ് ആയല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയില്ല. ഫാസ്റ്റ്, ഹാർഡ് ഇതൊക്കെ എന്താണ്, ഇതൊക്കെ അഡ്വേർബ്സിലാണ്. പക്ഷെ ഇതൊന്നും ly യൂസ് ചെയ്യാതെ തന്നെ ഹി റൺസ് ഫാസ്റ്റ്, ഷീ വർക്ക്സ് ഹാർഡ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റൺസിനെയാണ് പറയുന്നത്, വർക്കിനെയാണ് ഇവിടെ പറയുന്നത്. ഹീനെയോ ഷീനെയോ അല്ല. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജക്റ്റീവ് ആൻഡ് അഡ്വേർബ്. നമ്മൾ അഡ്ജക്റ്റീവിനെ പറഞ്ഞു, അഡ്വേർബിനെയും പറഞ്ഞു, എന്താണെന്ന് മനസ്സിലായി. ഇനി ഇതിൽ വരുമ്പോൾ രണ്ടും തമ്മിലൊരു ഡിഫറൻസ് നോക്കണല്ലോ. അഡ്ജക്റ്റീവ് മെയിൻ ആയിട്ട് എന്താണ്, നൗണിനെ അല്ലെങ്കിൽ പ്രൊനൗണിനെയോ മോഡിഫൈ ചെയ്തിട്ടാണെന്നെങ്കിൽ അഡ്വേർബ് എന്താണ്, വേർബ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ് ഇവയാണ് എന്ത് ചെയ്യുക, അഡ്വേർബ് മോഡിഫൈ ചെയ്യുക, അല്ലാതെ നൗണിനെയോ പ്രൊനൗണിനെയോ അല്ല. എക്സാമ്പിൾ, ഷീ ഈസ് എ കെയർഫുൾ ഗേൾ, ഇവിടെ ഷീ ഡ്രൈവ്സ് കെയർഫുള്ളി. ഹി ഈസ് ക്യുക്ക്, ഹീനെയാണ്. ഷീ ഈസ് എ കെയർഫുൾ ഗേൾ, ഷീനെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നതോ ഷീ ഡ്രൈവ്സ് കെയർഫുള്ളി, ഡ്രൈവ്സിനെയാണ് ഇവിടെ കെയർഫുള്ളി പറയുന്നത്. ഹി റൺസ് ക്വിക്ലി, റൺസിനെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ നമ്മൾ അഡ്ജക്റ്റീവ് പറയുന്ന സമയത്ത് അഡ്ജക്റ്റീവ്സ് കമ്പാരിസൺ ഓഫ് ഡിഗ്രീസ് ഇല്ലേ, ഡിഗ്രി ഓഫ് കമ്പാരിസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്, അങ്ങനെ വേർബിന്റെ 3 ഫോമുകൾ. അപ്പൊ അഡ്ജക്റ്റീവിനെ പോലെ തന്നെ അഡ്വേർബ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ തന്നെയുള്ള 3 കമ്പാരിസൺസും അഡ്ജക്റ്റീവിനെ പോലെ തന്നെ ആർക്കും ഉണ്ട്, അഡ്വേർബിനും ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ആയിട്ടുള്ളത്. ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്. അഡ്ജക്റ്റീവിൽ പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഇവിടെ ഹാർഡ്, ഹാർഡർ, ഹാർഡസ്റ്റ്, ഇത് നമ്മൾ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ മറ്റേത് എന്താണ്, അഡ്ജക്റ്റീവിൽ പറയാം നൗണിനെയോ പ്രൊനൗണിനെയോ മോഡിഫൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സംഭവങ്ങളെ. രവി റൺസ് ഫാസ്റ്റ്, രവി റൺസ് ഫാസ്റ്റർ ദാൻ അലി. കമ്പാരിസൺ ആവുമ്പോൾ എന്താണ്, രണ്ട് ഒബ്ജക്റ്റുകൾ, രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്യുന്നതാണ്. രവി റൺസ് ഫാസ്റ്റസ്റ്റ് ഇൻ ദ ക്ലാസ്. അപ്പൊ അവിടെ സൂപ്പർലേറ്റീവ് ആയി, ഇനി അതിലപ്പുറം വേറെ ഒന്നും വരാനില്ല. ഇനി നമുക്ക് ട്രഡീഷണൽ ഗ്രാമർ ക്ലാസിഫിക്കേഷൻ ഓഫ് അഡ്വേർബ്സ്. അഡ്വേർബ്സിന്റെ ട്രഡീഷണൽ ഗ്രാമറിയൻസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അതില് ട്രഡീഷണൽ ഗ്രാമർ ക്ലാസിഫൈസ് അഡ്വേർബ്സ് അക്കോർഡിംഗ് ടു ദ കൈൻഡ് ഓഫ് ഇൻഫോർമേഷൻ ദേ ഗിവ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇവരുടെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്? What does the adverb tell us? Like how, when, where, how often, how much, why, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടാണ് ആര് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ട്രഡീഷണൽ ഗ്രാമറിയൻസ് അഡ്വേർബ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താന്നുള്ളത് ഓരോ ക്ലാസിഫിക്കേഷൻസ് നോക്കുന്ന സമയത്ത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞ ഹൗ, വെൻ, വേർ, ഹൗ ഓഫൺ, ഹൗ മച്ച്, വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. On the basis of the informations adverb gives, ഒരു സെന്റൻസിൽ ഏത് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ആണ് അഡ്വേർബ്സ് തരുന്നത് അനുസരിച്ച് അഡ്വേർബിനെ നമുക്ക് അഡ്വേർബ് ഓഫ് മാനർ, അഡ്വേർബ് ഓഫ് ടൈം, അഡ്വേർബ് ഓഫ് പ്ലേസ്, അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി, അഡ്വേർബ് ഓഫ് ഡിഗ്രി, അഡ്വേർബ് ഓഫ് റീസൺ,
ഇൻട്രോഗേറ്റീവ് അഡ്വേർബ്, റിലേറ്റീവ് അഡ്വേർബ്, ഇങ്ങനെ 8 ആയിട്ടാണ് അഡ്വേർബിനെ ട്രഡീഷണൽ ഗ്രാമറിയൻസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഇൻഫോർമേഷൻ ഗീവൺ ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ മാനർ, ടൈം ആണോ പ്ലേസ് ആണോ ഏത് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ആണ് ആ ഒരു സെന്റൻസിൽ അഡ്വേർബ് തരുന്നത് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അഡ്വേർബിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം അഡ്വേർബ് ഓഫ് മാനർ എന്താന്നുള്ളത് നോക്കാം. വേർബ് എന്ന് പറയുന്നത് ആക്ഷൻസ് ആണ് എന്നുള്ളത് നമുക്കറിയാലോ. ഒരു സെന്റൻസിലെ വേർബ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്വേർബ് എന്ന് പറയുന്നത് നമ്മൾ വേർബിനെ മോഡിഫൈ ചെയ്യാൻ, അഡ്ജക്റ്റീവിനെ മോഡിഫൈ ചെയ്യാൻ, വേറൊരു അഡ്വേർബിനെ മോഡിഫൈ ചെയ്യാൻ, ഒരു സെന്റൻസിനെ മോഡിഫൈ ചെയ്യാനൊക്കെ നമ്മൾ അഡ്വേർബ് യൂസ് ചെയ്യും. നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അതേ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ വേണം ഈ അഡ്വേർബിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിക്കാൻ. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ അഡ്വേർബ് ഓഫ് മാനർ ആണ്. അഡ്വേർബ് ഓഫ് മാനർ എന്ന് പറയുന്നത് ഹൗ ആൻ ആക്ഷൻ ഈസ് പെർഫോംഡ്. ഒരു സെന്റൻസിൽ ഒരു ആക്ഷൻ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് കാണിക്കാൻ. ഇപ്പൊ സിങ്സ് എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. ഈ ഒരു സിങ്സ് എന്ന് പറയുന്ന ആക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ഒരു മാനറിസം എങ്ങനെയാണ്, ബ്യൂട്ടിഫുള്ളി ആണോ. ഹി വർക്ക്സ് കെയർഫുള്ളി. അപ്പൊ ഈ വർക്ക് എങ്ങനെയാണ്, അതിന്റെ ഒരു ആക്ഷൻ ഏത് ടൈപ്പിലാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അഡ്വേർബ് ഓഫ് മാനർ എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് ഹൗ ആൻ ആക്ഷൻ ഈസ് പെർഫോംഡ്. മാനറിസം എന്ന് ആലോചിച്ചാൽ മതി. നമ്മളത് പെർഫോം ചെയ്തിട്ടുള്ള രീതി, ക്വിക്ക്ലി, സ്ലോലി, കെയർഫുള്ളി, ഹാപ്പിലി, സാഡ്ലി, ബ്രേവ്ലി, പൊലൈറ്റ്ലി, ലൗഡ്ലി, സൈലന്റ്ലി. ഇങ്ങനെ എങ്ങനെയാണ് ഒരു ആക്ഷൻ ഒരു സെന്റൻസിൽ പെർഫോം ചെയ്തിട്ടുള്ളത് അതിന്റെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് അഡ്വേർബുകളെയാണ് നമ്മൾ അഡ്വേർബ് ഓഫ് മാനർ എന്ന് പറയുന്നത്. ഇവിടെ ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അവൾ പാടിയിട്ടുള്ളത്, അവളുടെ പാട്ടിന്റെ ആ ഒരു മാനറിസം, ഹൗ ഷീ പെർഫോംഡ് എന്ന് ചോദിച്ചാൽ ബ്യൂട്ടിഫുള്ളി അല്ലെ. ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് അതൊരു മാനർ ആണ്. ഇങ്ങനെ മാനറിസം ബേസ് ചെയ്തിട്ട് വരുന്ന അഡ്വേർബുകളൊക്കെ നമ്മൾ അഡ്വേർബ് ഓഫ് മാനർ എന്നുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനിലാണ് പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് അഡ്വേർബ്സ് ഓഫ് ടൈം. ടൈം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലേ എപ്പോ, എങ്ങനെ അല്ലെ, എപ്പോ സംഭവിച്ചു, വെൻ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെ, വെൻ ആൻ ആക്ഷൻ ഹാപ്പൻസ്. അപ്പോൾ വെൻ എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് എങ്ങനെയാണോ ആ ടൈപ്പ് ഓഫ് അഡ്വേർബുകളെ നമ്മൾ എന്ത് ചെയ്യും അഡ്വേർബ് ഓഫ് ടൈം എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തും. ഐ മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടു. വെൻ, എപ്പോ അല്ലെ, യെസ്റ്റർഡേ. അപ്പൊ ഈ ഒരു മെറ്റ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ അഡ്വേർബ് ഓഫ് അല്ലെ വേർബിനെ മോഡിഫൈ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. മെറ്റ് എന്ന് പറയുന്ന വേർബിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് വരുന്ന ഒരു വേർഡാണ് ഇവിടെ യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു അഡ്വേർബ്. യെസ്റ്റർഡേ എന്ന് പറയുന്ന അഡ്വേർബ് ഏത് ടൈപ്പ് ഓഫ് അഡ്വേർബിൽ പെടും, അഡ്വേർബ് ഓഫ് മാനറിസത്തിൽ പെടും. അഡ്വേർബ് ഓഫ് മാനറിൽ വരുമോ, ഇല്ല. ആക്ഷൻ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിന്റെ ആൻസർ അല്ല യെസ്റ്റർഡേ. എപ്പോ, ടൈം, ആ ടൈം കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഷീ വിൽ കം ടുമോറോ. വി ആർ ലിവിങ് നൗ എന്ന് പറയുന്നത് ടൈം ആണ്. ഹി അറൈവ്ഡ് ഏർലി, നേരത്തെ അല്ലെ. ഇങ്ങനെ ടുഡേ, യെസ്റ്റർഡേ, ടുമോറോ, നൗ, ദെൻ, സൂൺ, ഏർലി, ലേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ് അഡ്വേർബ് ഓഫ് ടൈം ആണ്. അപ്പൊ നമ്മൾ ഒരു സെന്റൻസിൽ അഡ്വേർബിനെ എടുക്കുകയാണെങ്കിൽ അഡ്വേർബ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാം, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ഷനെ കാണിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് നമ്മൾ അഡ്വേർബ് ഓഫ് മാനറിനും അവ എത്തിയിട്ടുള്ള ടൈം അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിൽ ടൈമിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്ന അഡ്വേർബുകളാണെന്നെങ്കിൽ അത് അഡ്വേർബ് ഓഫ് ടൈം. ഒരു സെന്റൻസ് എടുക്കുക, ആ ഒരു സെന്റൻസിൽ നമ്മൾ ഓരോ സബ്ജക്റ്റും വേർബും അഡ്വേർബും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ അതിൽ നമുക്കൊരു അഡ്വേർബ് കിട്ടി. ആ അഡ്വേർബ് ഏത് ഗണത്തിൽ വിടും എന്നുള്ളത് ചോദിക്കുമ്പോൾ അഡ്വേർബ് ഓഫ് മാനർ ആണോ ടൈം ആണോ എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വേർബിനെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. അഡ്വേർബ് ഓഫ് മാനർ എന്ന് പറയുമ്പോൾ ആക്ഷൻ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടില്ലേ, എങ്ങനെയാണ് അത് പെർഫോം ചെയ്തിട്ടുള്ളത്, ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത്. ഇനി അതല്ല, ടൈം ബേസ് ചെയ്തിട്ടാണ്. ഷീ വിൽ കം ടുമോറോ. ടുമോറോ എന്ന് പറയുന്നത് എന്താണ്, ഈ കം എന്ന് പറയുന്ന വേർബിനെ പറയുന്നതാണ് അല്ലെ. വിൽ കം എന്ന് പറയുന്ന ഇതിനെ പറയുന്നതാണ് എന്ത്, ടുമോറോ. അപ്പൊ ടുമോറോ എന്ന് പറയുന്നത് ഓൾറെഡി അഡ്വേർബ് ആണ് നമുക്കറിയാം. ഇനി ആ അഡ്വേർബിനെ ഏത് ടൈപ്പ് ഓഫ് അഡ്വേർബിൽ പെടുന്നു ചോദിച്ചാൽ ടൈം കാണിക്കുന്നത് കൊണ്ട് തന്നെ അഡ്വേർബ് ഓഫ് ടൈമിലാണ് അത് ഉൾപ്പെടുത്തുക. ഓക്കെ, നെക്സ്റ്റ് അഡ്വേർബ് ഓഫ് പ്ലേസ് ആണ്. ടൈം പറഞ്ഞ പോലെ തന്നെ എവിടെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്.
where an action happens. ആ ഒരു adverb ല് അത് സംഭവിച്ചിട്ടുള്ള പ്ലേസിനെ കുറിച്ചിട്ടുള്ള സൂചനകൾ തരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് adverb of place എന്ന് പറയാം. Here ഇവിടെ, there അവിടെ, outside പുറത്താണ്, upstairs ലാണ്, downstairs ലാണ്, everywhere, nowhere. ഇതൊക്കെ എന്താണ്? adverb of place ആണ്. അപ്പൊ ഇവിടെ come here എന്ന് പറയുമ്പോൾ come എന്ന് പറയുന്ന verb, here എന്ന് പറയുന്ന adverb. here എന്ന് പറയുമ്പോൾ അത് adverb ആണ്. ഏത് type of actionൽ പെടുമോ? mannerismത്തിൽ പെടുമോ? ടൈമിൽ പെടുമോ? ഇല്ല, പ്ലേസിൽ അത് പെടുള്ളൂ. അപ്പൊ adverb of place. He looked upstairs. എവിടേക്കാ നോക്കിയത്? upstairsലേക്ക്. അവിടെ നമുക്ക് ടൈം വരുന്നില്ല, അതേപോലെ തന്നെ എന്തും വരുന്നില്ല, ആക്ഷൻ മാനർ വരുന്നില്ല. പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതല്ല, എവിടേക്ക് എന്നുള്ള അല്ലെ, എവിടെ എന്നുള്ള ഒരു പ്ലേസ് ആണ്. വേർ എന്നുള്ളതിന്റെ ആൻസർ കിട്ടുന്നതാണെങ്കിൽ they are come under adverb of place. Hope you clear that. Next, adverb of frequency. ഒരു adverb നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിലെ ഒരു adverb എന്ന് പറയുന്നത് how often an action happen, അല്ലെ അതിന്റെ ആ ഒരു ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ട്, ഒരു ആക്ഷന്റെ ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ടൈപ്പ് ഓഫ് adverbകളെയാണ് നമ്മൾ adverb of frequency എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കൂ. She always studies. always എത്ര സമയം അല്ലെങ്കിൽ എത്ര, how often that, always. I often visit my grandmother. ഇടക്കിടക്ക് അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്, ആക്ഷന്റെ ആ ഒരു ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ട്. ഓൾവേസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? അവിടെ 100% എന്നുള്ളതിൽ എപ്പോഴും. യൂഷ്വലി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം. ഓഫൺ എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ്ലി ഇല്ലേ, ഒന്നിടവിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. സംടൈംസ് എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി. റയർലി എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. അപ്പൊ അതിന്റെ ഒരു ഫ്രീക്വൻസി എത്രത്തോളം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഈ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു വേർബ് എത്രത്തോളം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കാണിച്ചു തരുന്ന ആ ഒരു ഫ്രീക്വൻസിനെ മനസ്സിലാക്കുന്ന ടൈപ്പ് ഓഫ് അഡ്വേർബുകളെയാണ് നമ്മൾ അഡ്വേർബ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം. ഷീ ഓൾവേസ് സ്റ്റഡീസ്. ഹൗ ഓഫൺ ഷീ സ്റ്റഡി എന്ന് ചോദിച്ചാൽ ഓൾവേസ് ആണ് ആൻസർ വരിക. therefore always is an adverb. okay, he never lies. അപ്പൊ how often, അവൻ എന്നാണ് പറയാറില്ല, എത്ര കണ്ട് എന്നുള്ളത് നമ്മൾ ചോദിക്കുമല്ലോ. അപ്പൊ never ഒരിക്കലും ഇല്ല. she always studies. അപ്പോൾ how often എന്ന് ചോദിച്ചാൽ always. ഇതാണ് adverbs of frequency എന്ന് പറയുന്നത്. ഇനി ഒരു സെന്റൻസിൽ അഡ്വേർബിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ടൈപ്പ് ഓഫ് അഡ്വേർബുകളെയാണ് നമ്മൾ അഡ്വേർബ് ഓഫ് ഡിഗ്രി എന്ന് പറയാം. ഹൗ മച്ച്, ടു വാട്ട് എക്സ്റ്റെന്റ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യന് ആൻസർ കിട്ടുന്നതാണെങ്കിൽ they are come under adverbs of degree. അപ്പോൾ she is very intelligent. she is intelligent എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ very intelligent എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? ആ ഒരു she is intelligent എന്ന് പറയുന്ന adjectiveനെയാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, മോഡിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, വെരി. അപ്പോൾ അത് നമ്മൾ ഒരു വട്ടം ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് അഡ്വേർബിന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. ഓക്കെ, വെരി എന്ന് പറയുന്ന അഡ്വേർബ് ഉണ്ട്. ദ വാട്ടർ ഈസ് ടു ഹോട്ട്. അപ്പോൾ അതിന്റെ ഡിഗ്രി എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ വെരി ആക്ഷൻ ആണോ, ടൈം ആണോ, പ്ലേസ് ആണോ? അല്ല. ഫ്രീക്വൻസി ആണോ? അതും അല്ല. ഡിഗ്രി ആണ്. ദ വാട്ടർ ഈസ് ടു ഹോട്ട്. ഐ എം ക്വൈറ്റ് ഷുവർ. ഹി ഈസ് ഓൾമോസ്റ്റ് റെഡി. ഇവിടെ വെരി, ടു, ക്വൈറ്റ്, റാദർ, ഓൾമോസ്റ്റ്, നിയർലി, എക്സ്ട്രീംലി, കംപ്ലീറ്റ്ലി എന്നൊക്കെ പറഞ്ഞു വരുന്നത് എന്താണ്? ഡിഗ്രിയാണ്. അതിന്റെ ഒരു ഇന്റൻസിറ്റി എത്രയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്റ്റെന്റ് എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന ടൈപ്പ് ഓഫ് വേർഡ്സുകളെയാണ് നമ്മൾ എന്താ പറയാ അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി എന്ന് പറയുന്ന അഡ്വേർബിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അഡ്വേർബ് ഓഫ് റീസൺ. ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ല അല്ലെ. റീസൺ, കോസ്, കാരണം, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നുണ്ടെങ്കിൽ അതെന്താണ്? that type of adverbs are adverbs of reason. He worked hard, therefore he succeeded. It was raining, hence the match was cancelled. എന്തുകൊണ്ട്, why something happens എന്ന് പറയുന്ന why, എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ വരുന്ന ടൈപ്പ് ഓഫ് അഡ്വേർബുകളാണ് ആ സെന്റൻസിൽ എങ്കിൽ അതെന്താണ്? അഡ്വേർബ് ഓഫ് റീസൺ ആണ്. കോസ് കാണിക്കാൻ വേണ്ടിയിട്ട് here, hence, therefore, thus, consequently എന്നൊക്കെ പറഞ്ഞ് റീസൺ പറഞ്ഞു തരുന്ന അഡ്വേർബുകളാണെങ്കിൽ
they are come under adverbs of reason. ഒരു സെന്റൻസിനെ എങ്ങനെയാണ് adverb modify ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സെന്റൻസിനെ modify ചെയ്യുന്ന ടൈപ്പിലാണ് നമ്മൾ adverbs of reason ഉം അതേപോലെ interrogative adverbs ഒക്കെ വരുന്നത്. interrogative adverbs എന്ന് പറയുമ്പോൾ question, interrogation എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലേ questioning ആണെന്ന്. അപ്പോൾ interrogative adverbs are used to ask question. അപ്പോൾ when will you come, where do you live, why are you crying, how do you solve the problem, ഇങ്ങനെ when, where, why, how എന്നൊക്കെ പറയുന്ന question words കളാണ് വരുന്നതെങ്കിൽ that type of adverbs are interrogative adverbs. ലാസ്റ്റ് ടൈപ്പ് ഓഫ് adverbs ആണ് റിലേറ്റീവ് adverbs. ഇവിടെയും വരുന്നത് എന്താണ്, വേർ, വെൻ, വൈ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്തല്ല, ക്വസ്റ്റ്യൻ ചോദിക്കലല്ല, ഇൻട്രോഗേഷൻ അല്ല ഇവരുടെ ഉദ്ദേശം. ഇവരുടെ ഉദ്ദേശം എന്താണ്, കണക്ട് ക്ലോസസ്, രണ്ട് സെന്റൻസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ആദ്യം ഒരു സെന്റൻസ് പറയും, പിന്നെ വേറൊരു സെന്റൻസ് ഉണ്ടാവും. ഈ രണ്ട് സെന്റൻസിനെയും, ഈ രണ്ടാമത് പറഞ്ഞ സെന്റൻസിനെ ആദ്യത്തെ സെന്റൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് അഡ്വേർബുകൾ വേർ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ. ദിസ് ഈസ് ദ ഹൗസ് ഐ വാസ് ബോൺ എന്ന് പറയുന്ന രണ്ട് സെന്റൻസ് ഉണ്ട്. ഈ രണ്ട് സെന്റൻസും അപ്പോൾ ഈ രണ്ടാമത് പറഞ്ഞ ഈ ഒരു ഐ വാസ് ബോൺ എന്ന് പറയുന്ന സെന്റൻസ് കണക്ട് ചെയ്യിക്കണം ഈ ആദ്യത്തെ സെന്റൻസിനായിട്ട്. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്റ്റിംഗ്, അതാണ് റിലേറ്റീവ് അഡ്വേർബ്സ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്വേർബുകളെയാണ് നമ്മൾ റിലേറ്റീവ് അഡ്വേർബ് എന്ന് പറയാം. ഐ റിമെമ്പർ ദ ഡേ, ആ ദിവസം ഞാൻ ഓർക്കുന്നു അല്ലെ. വെൻ വി ഫസ്റ്റ് മെറ്റ് അല്ലെ, നമ്മൾ ആദ്യം കണ്ട ആ ഒരു ദിവസം ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്നത് എന്താണ്, വെൻ എന്ന് പറയുന്നത് ഈ രണ്ട് സെന്റൻസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടി, ഈ രണ്ട് സെന്റൻസിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കണക്റ്റിംഗ് ആയിട്ടാണ് ഇവിടെ അഡ്വേർബ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കണക്റ്റിംഗ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഡ്വേർബുകളെ നമ്മൾ റിലേറ്റീവ് അഡ്വേർബ്സ് എന്ന് പറയും. ഇവിടെ ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ഈ 8 ടൈപ്പ് ഓഫ് അഡ്വേർബ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കുക, ഫസ്റ്റ് അഡ്വേർബ്സ് എന്ന് പറയുന്നത് മാനർ ആണ്. ഹൗ എങ്ങനെയുള്ളതാണ്, ക്വിക്ക്ലി, ഫാസ്റ്റ്ലി, ബ്യൂട്ടിഫുള്ളി എന്നൊക്കെ പറഞ്ഞു നമ്മൾ. ടൈം എന്ന് പറയുമ്പോൾ എപ്പോ, വെൻ, ടുഡേ, യെസ്റ്റർഡേ. പ്ലേസ് എന്ന് പറയുമ്പോൾ എവിടെ, അല്ലേ, വോ, ഹിയർ, ഔട്ട്സൈഡ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എത്രത്തോളം, ഹൗ ഓഫൺ, എത്ര കണ്ട് അതുണ്ട് എന്നുള്ളത്, ഓൾവേസ്, ഓഫൺ, ഫ്രീക്വന്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരുന്നതിന് ഫ്രീക്വൻസി പറയും. ഡിഗ്രി, ഹൗ മച്ച്, വെരി, ക്വൈറ്റ്. റീസൺ, വൈ, therefore, hence എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റീസൺ പറയാണ്. പിന്നെ ഇൻട്രോഗേറ്റീവ് നമ്മൾ പറഞ്ഞു. ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോൾ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആണ്, വെൻ, വേർ, വൈ, നൗ, ഹൗ എന്നൊക്കെ പറഞ്ഞിട്ട്. റിലേറ്റീവ് എന്ന് പറയുമ്പോൾ കണക്റ്റിംഗ് ക്ലോസസ് ആണ്, രണ്ട് സെന്റൻസുകൾ എന്താണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റിലേറ്റീവ്. അപ്പൊ ഇത്രയാണ് ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ അഡ്വേർബിന്റെ ക്ലാസിഫിക്കേഷൻസ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ മോഡേൺ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് മനസ്സിലാക്കാൻ വളരെ ഈസിയാണ്. മോഡേൺ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ മൈൻഡിൽ ഓർക്കേണ്ട ഒരു സംഭവമുണ്ട്. ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ ഈ ക്ലാസിഫിക്കേഷൻ ഒന്നും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടല്ല മോഡേൺ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിനെ ഒന്നും കൂടെ പഠിക്കാൻ എളുപ്പത്തിൽ അവർ ഒന്നും കൂടി എന്ത് ചെയ്തു, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തു എന്നുള്ളതാണ്. ആ ക്ലാസിഫിക്കേഷനും കൂടെ നോക്കാം. മോഡേൺ ഗ്രാമറിയൻസ് അഡ്വേർബിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഡ്ജങ്ക്റ്റ്, ഡിസ്ജങ്ക്ട്സ്, കൺജങ്ക്ട്സ്, ഫോക്കസിങ് അഡ്വേർബ്സ്, ഡിഗ്രി അഡ്വേർബ്സ്, ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ആണ് ആര് കൊടുത്തിട്ടുള്ളത്, മോഡേൺ ഗ്രാമറിയൻസ്. അതിൽ തന്നെ അഡ്ജങ്ക്ട്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്മൾ ട്രഡീഷണൽ ഗ്രാമറിയൻസ് പറഞ്ഞിട്ടുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് എവിടെ വന്നു, ഏറെക്കുറെ അഡ്ജങ്ക്ട്സിൽ വന്നു. മാനർ, ടൈം, പ്ലേസ്, ഫ്രീക്വൻസി, ഡ്യൂറേഷൻ, ഡിഗ്രി. ഇതിനൊക്കെ കൂടെ കൂട്ടിയിട്ട് ആ ആക്ഷൻ, എന്ത് ആക്ഷൻ ആണ് അവരെടുക്കുന്നത് എന്ന് ബേസ് ചെയ്തിട്ട് അതിന് അഡ്ജങ്ക്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. പിന്നെ സ്റ്റൈൽ ഡിസ്ജങ്ക്റ്റും ആറ്റിറ്റ്യൂഡൽ ഡിസ്ജങ്ക്ട്സും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടു, രണ്ടാമതൊരു ഗ്രൂപ്പ് ഇട്ടു. പിന്നെ അഡീഷൻ, കോൺട്രാസ്റ്റ്, റിസൾട്ട്, സീക്വൻസ്, കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട് കൺജങ്ക്ട്സ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു ഗ്രൂപ്പ് ആക്കി അവരെ ക്ലാസിഫൈ ചെയ്തു. ഫോക്കസിങ് അഡ്വേർബ്സ് എന്ന് പറഞ്ഞിട്ട് റെസ്ട്രിക്റ്റീവ്, അഡിറ്റീവ്, particularizing എന്ന് പറഞ്ഞിട്ട് ഫോക്കസിങ് അഡ്വേർബ്സ് എന്ന് പറഞ്ഞിട്ട് വേറെ ഗ്രൂപ്പ് ചെയ്തു. ആംപ്ലിഫയേഴ്സ്, ഡൗൺ ടോണേഴ്സ്, അപ്രോക്സിമേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി അഡ്വേർബ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ്. ഇങ്ങനെ 5 ആയിട്ടാണ് മോഡേൺ ഗ്രാമറിയൻസ് അഡ്വേർബ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതിനു മുന്നേ
മോഡേൺ ഗ്രാമറിയൻസ് ട്രഡീഷണൽ ഗ്രാമറിയൻസും തമ്മിൽ വന്നിട്ടുള്ള ഡിഫറൻസ് എവിടെയാണ്? ട്രഡീഷണൽ ഗ്രാമറിയൻസ് ഒരു സെന്റൻസിൽ അഡ്വേർബ് എന്ത് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. എന്ത് എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സെന്റൻസിൽ അഡ്വേർബ്സ് ടൈം ആണോ എക്സ്പ്രസ് ചെയ്യുന്നത്, ആക്ഷൻ ആണോ എക്സ്പ്രസ് ചെയ്യുന്നത്, ഫ്രീക്വൻസി ആണോ, പ്ലേസ് ആണോ, എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് അവർ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മോഡേൺ ഗ്രാമറിയൻസ് ഒരു സെന്റൻസിൽ അഡ്വേർബ് എന്ത് ചെയ്യുന്നു, അഡ്വേർബിന്റെ ഡ്യൂട്ടി എന്താണോ അത് ബേസ് ചെയ്തിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ഹി കെയിം യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു സെന്റൻസിൽ യെസ്റ്റർഡേ ആണ് അഡ്വേർബ് എന്ന് നമുക്കറിയാം. അപ്പൊ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് അഡ്വേർബിൽ പെടും? യെസ്റ്റർഡേ അഡ്വേർബ് ഓഫ് ടൈം അല്ലെ, യെസ്റ്റർഡേ ടുഡേ എന്നൊക്കെ പറയുന്ന അഡ്വേർബ് ഓഫ് ടൈം കാണിക്കുന്നതാണ്. പ്ലേസ് ആണോ? അല്ല. ആക്ഷൻ ആണോ? അല്ല. ട്രഡീഷണൽ ഗ്രാമറിയൻസ് ഇതിനെ പിടിച്ചിട്ട് ഏത് ക്ലാസിഫിക്കേഷനിൽ ഇടും? അഡ്വേർബ് ഓഫ് ടൈം എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഇടും. മോഡേൺ ഗ്രാമറിയൻസ് എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ആക്ഷനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ തരുന്നതുകൊണ്ട് തന്നെ അതിന് നമ്മൾ അഡ്ജങ്ക്ട് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിലേക്കാണ് ഇടുന്നത്. അപ്പൊ ഇത് ഓരോന്ന് എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ അഡ്ജങ്ക്ട്സ്. അഡ്ജങ്ക്ട്സ് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇറ്റ് ഗീവ് ഇൻഫോർമേഷൻ ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ ആക്ഷൻ ഓർ ഇവന്റ്. അപ്പോൾ ഒരു സെന്റൻസിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു സെന്റൻസിൽ ഇവന്റുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന, ഇപ്പൊ മാനർ ആവാം, ടൈം ആവാം, ഇതൊക്കെ ഡയറക്ട്ലി പറയുന്നതാണ് അല്ലെ, ഇൻഡയറക്ട്ലി അല്ല. ഇതൊക്കെ ഈ മാനർ, ടൈം, പ്ലേസ്, ഫ്രീക്വൻസി, ഡ്യൂറേഷൻ, ഡിഗ്രി ഇതൊക്കെ ഡയറക്ട്ലി ഒരു സെന്റൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നതാണ്. ഹൗ, വെൻ, വേർ, ഹൗ ഓഫൺ, ഹൗ ലോങ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡയറക്ട്ലി ആ ആക്ഷനോ അല്ലെങ്കിൽ ഇവന്റിനെ കുറിച്ചിട്ടോ പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക? അഡ്ജങ്ക്ട്സ് എന്നുള്ള ഗ്രൂപ്പിൽ പെടുത്തും. അങ്ങനെ അഡ്ജങ്ക്ട്സ് എന്നുള്ള ഗ്രൂപ്പിൽ ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ ആ സെന്റൻസിൽ അഡ്വേർബ്സ് എന്താണ്? അഡ്വേർബ്സ് ഡയറക്ട്ലി ആ സെന്റൻസിനോട് കണക്ട് ചെയ്യുന്നത്. ഇൻഡയറക്ട്ലി പറയുന്നതാണ് ഡിസ്ജങ്ക്ട്സ് എന്നുള്ളത്. അപ്പൊ ഡയറക്ട്ലി കണക്ട് ചെയ്യുന്നത്, അപ്പൊ എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഡയറക്ട്ലി കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡ്ജങ്ക്ട്സ് എന്ന് പറയാം. ഓക്കെ, ഡയറക്ട്ലി ഒരു സെന്റൻസിൽ പറയുന്നതിന് നമ്മൾ അഡ്ജങ്ക്ട്സ് എന്ന് പറഞ്ഞു. അപ്പൊ മാനർ അഡ്ജങ്ക്ട്സ് ഉണ്ട്, ടൈം അഡ്ജങ്ക്ട്സ് ഉണ്ട്, പ്ലേസ് അഡ്ജങ്ക്ട്സ്, ഫ്രീക്വൻസി അഡ്ജങ്ക്ട്സ്, പിന്നെ 2 അഡ്ജങ്ക്ട്സും കൂടെ ഉണ്ട്. ഇതൊക്കെ എന്താണ്? ആ ഒരു സെന്റൻസിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്? അഡ്വേർബിനെ കാണിച്ചു തരാണ്. ഷീ സ്പോക്ക് എന്ത് മാനറിലാണ്? പൊളൈറ്റ്ലി. ഹി അറൈവ്ഡ്, ടൈം, ഇതും ഡയറക്റ്റ് ആണ് കാണിച്ചു തരുന്നത്, യെസ്റ്റർഡേ. ഇനി പ്ലേസ്, കം ഹിയർ, ഇവിടെ എന്താണ്? പ്ലേസ് പറയുന്നുണ്ട്. സിറ്റ് ദർ, എവിടെയാണ് ഇരിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് അഡ്ജക്റ്റീവ് വെക്കുന്നത് അതിനെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ട്? ഹൗ ഓഫൺ, ഐ ഓൾവേസ് സ്റ്റഡീസ്, ഷീ ഓഫൺ വിസിറ്റേഴ്സ്. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാനർ, ടൈം, പ്ലേസ്, ഫ്രീക്വൻസി ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സെന്റൻസിൽ ഡയറക്റ്റ് ആയിട്ട് അഡ്വേർബ്സിനെ കാണിച്ചു തരുന്നതിനൊക്കെ അവർ എന്ത് ചെയ്തു? അഡ്ജങ്ക്ട്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഇട്ടു. ഡ്യൂറേഷൻ അഡ്ജങ്ക്ട്സ്, അതേമാതിരി ഡിഗ്രി അഡ്ജങ്ക്ട്സ്, ഇത് നമ്മൾ എവിടെ പഠിച്ചതാണ്? ട്രഡീഷണൽ ഗ്രാമറിയൻസ്. എത്ര ടൈം എടുക്കുന്നുണ്ട് അല്ലെ? ഹൗ ലോങ്, 2 hours. എത്ര ഡ്യൂറേഷൻ ഉണ്ട്? ഓൾ ഡേ. ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ്, എക്സ്ട്രീംലി ഹോട്ട്, ടു ഹോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിഗ്രി അഡ്വേർബ്സ് ഓഫ് ഡിഗ്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനെ തന്നെയാണ് ഇവിടെ അഡ്ജങ്ക്ട്സ് എന്നുള്ള ആ ഒരു ഗ്രൂപ്പിലേക്ക് അവർ ക്ലാസിഫൈ ചെയ്തത്. ഡയറക്ട്ലി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സെന്റൻസിൽ എങ്ങനെയാണോ അത് കാണിക്കുന്നത് അതിന്റെ ഒരു ഡയറക്ട്ലി ഒരു സെന്റൻസിൽ അഡ്വേർബ്സിനെ യൂസ് ചെയ്തതാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? അഡ്ജങ്ക്ട്സ് എന്നുള്ളതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. ഡിസ്ജങ്ക്ട്സ് അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഡിസ്ജങ്ക്ട്സിന്റെ ഒരു ഡെഫിനിഷൻ നോക്കുക. ഡിസ്ജങ്ക്ട്സ് എക്സ്പ്രസ് ദ സ്പീക്കേഴ്സ് ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ, ജഡ്ജ്മെന്റ് ഓർ കമന്റ് അബൌട്ട് ദ ഹോൾ സെന്റൻസ്. അപ്പൊ അതിൽ നമ്മളൊരു സെന്റൻസ് ഡയറക്ട്ലി പറയല്ലോ, ഒരാളുടെ ഒപ്പീനിയൻ. അപ്പൊ അതിൽ ആരാണോ പറയുന്നത് ആ പറയുന്ന ആളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് എങ്കിൽ ആ പേഴ്സണൽ ഒപ്പീനിയൻസിനൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ഡിസ്ജങ്ക്ട്സിൽ ഉൾപ്പെടുത്താം. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റൈൽ ഡിസ്ജങ്ക്ട്സും ആറ്റിറ്റ്യൂഡിനൽ ഡിസ്ജങ്ക്ട്സും. ഒരു എക്സാമ്പിൾ നോക്കുക. ഇവിടെ എന്താണ്? ഫോർച്ചുനേറ്റ്ലി നോബഡി വാസ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് അല്ലെ? ഫോർച്ചുനേറ്റ്ലി നോബഡി വാസ് ഹേർട്ട്. But they do not describe the action. ഇവിടെ ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? ടൈം പറയുന്നുണ്ടോ? മാനർ പറയുന്നുണ്ടോ? ഫ്രീക്വൻസി പറയുന്നുണ്ടോ? ഒന്നുമില്ല. ഒരാള് അയാളുടെ ഒരു ഒപ്പീനിയൻ പറയാണ്. They show what the speaker thinks. ഈ സെന്റൻസ് എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? പറയുന്ന ആളുടെ ഒരു ഒപ്പീനിയൻ ആണ് അല്ലെ? Fortunately nobody was hurt. ആർക്കും എന്ത് ചെയ്തിട്ടില്ല? ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ആരുടെ ഒപ്പീനിയൻ ആണ്? അവിടെ നമ്മൾ ടൈമോ
പ്ലേസോ ഒന്നും പറയുന്നില്ല. പക്ഷെ ഫോർച്ചുനേറ്റ്ലി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ ഫോർച്ചുനേറ്റ്ലി ഡസ് നോട്ട് ഡിസ്ക്രൈബ് ഹേർട്ട്. ഈ ഹേർട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇറ്റ് എക്സ്പ്രസ് ദ സ്പീക്കേഴ്സ് ഒപ്പീനിയൻ therefore it is a disjunct. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരാളുടെ ഒപ്പീനിയൻ ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡിസ്ജങ്ക്റ്റിൽ എന്ത് ചെയ്യും, പെട്ടു. ഒരാളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നതോ അല്ലെങ്കിൽ സ്പീക്കറിന്റെ ഒപ്പീനിയനോ ജഡ്ജ്മെന്റോ അല്ലെങ്കിൽ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ആ സെന്റൻസിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് സെന്റൻസുകൾ നമ്മൾ ഡിസ്ജങ്ക്റ്റ് എന്നുള്ള ഒരു ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തും. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് രണ്ട് ടൈപ്പ് ഉണ്ട്, സ്റ്റൈൽ ഡിസ്ജങ്ക്ട്സും ആറ്റിറ്റ്യൂഡണൽ ഡിസ്ജങ്ക്ട്സും. സ്റ്റൈൽ ഡിസ്ജങ്ക്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ടെൽ ഹൗ ദ സ്പീക്കർ ഈസ് സ്പീക്കിംഗ്. അപ്പൊ അയാൾ പറയുന്നത് ഏത് മെത്തേഡിലാണ് എന്നുള്ളതിലെയാണ് നമ്മളെ സ്റ്റൈൽ ഡിസ്ജങ്ക്റ്റിൽ വരിക. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലേ അയാളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അയാളുടെ ജഡ്ജ്മെന്റ്. ഇപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ഡിസ്ജങ്ക്റ്റുകൾ ഉണ്ട്. ഡിസ്ജങ്ക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ സ്പീക്കറിന്റെ ഒരു ഒപ്പീനിയൻ, സ്പീക്കറിന്റെ ഒരു ജഡ്ജ്മെന്റ്, സ്പീക്കറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതാണ്. അപ്പൊ അതിൽ തന്നെ ഡിസ്ജങ്ക്റ്റിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾ സ്പീക്കിംഗ് ചെയ്യുന്ന ആ ഒരു സ്റ്റൈല്, ആ സ്പീക്കർ എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഫ്രാങ്ക്ലി ഐ ഡിസഗ്രി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, ഐ ആം സ്പീക്കിംഗ് ഫ്രാങ്ക്ലി അല്ലെ, ഞാൻ പറയുന്നത് അല്ലെ തുറന്നു പറയുകയാണെങ്കിൽ എന്ന് പറയുന്നത് സ്പീക്കറിന്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഹോണസ്റ്റ്ലി ഐ ഡോണ്ട് നോ, കോൺഫിഡന്റ്ലി ഹി ടോൾഡ് മീ ദ സീക്രറ്റ്. അപ്പൊ സ്പീക്കർ പറയുന്ന അയാളുടെ ഒരു എന്താണ് ഒപ്പീനിയൻ ആണ് ഇവിടെ കാണിക്കുന്നതെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഫോർച്ചുനേറ്റ്ലി നോബഡി വാസ് ഇൻജേർഡ്, സാഡ്ലി അയാളുടെ ഒരു ഫീലിംഗ്, അയാളുടെ ഒരു ജഡ്ജ്മെന്റ് എവിടെ വരുന്നുണ്ട്, ആറ്റിറ്റ്യൂഡിനൽ വരുന്നുണ്ട്. ഇവിടെ അയാളുടെ ഒരു ഒപ്പീനിയൻ ആണെന്നെങ്കിൽ ബി ആറ്റിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസിൽ വരുമ്പോൾ അയാളുടെ ഫീലിങ്സോ ജഡ്ജ്മെന്റോ കാണിക്കുന്നതിനാണ് നമ്മൾ ആറ്റിറ്റ്യൂഡിനൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കൺജങ്ക്ട്സ് എന്ന് പറയുമ്പോൾ രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ therefore അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചില സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ ലിങ്കിങ് ആയിട്ടുള്ള സെന്റൻസുകൾ ഉണ്ട് അല്ലെ. രണ്ട് സെന്റൻസുകൾ കൊടുക്കും, ഈ ലാസ്റ്റത്തെ സെന്റൻസിനെ ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ട്രഡീഷണൽ ഗ്രാമറിയൻസിന്റെ പഠിച്ചല്ലോ. അപ്പൊ ആ ടൈപ്പ് ഓഫ് കണക്ടിങ് ഐഡിയാസ് കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് അഡ്വേർബുകളെയാണ് നമ്മളിവിടെ കൺജങ്ക്ട്സ് എന്നുള്ള ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. ഇത് റിലേഷൻഷിപ്പ്, അഡീഷണൽ, കോൺട്രാസ്റ്റ്, റിസൾട്ട്, സീക്വൻസ്, കമ്പാരിസൺ ഒക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ, ഹി സ്റ്റഡീഡ് ഹാർഡ് therefore he passed. ഹി പാസ്ഡ് എന്ന് പറയുന്ന സെന്റൻസും ഹി സ്റ്റഡീഡ് ഹാർഡ് എന്ന് പറയുന്ന രണ്ട് സെന്റൻസുകളെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള വേർഡാണ് therefore. അപ്പൊ അതുകൊണ്ട് തന്നെ therefore connect two ideas. അപ്പോൾ therefore എന്ന് പറയുന്ന അഡ്വേർബ് രണ്ട് ഐഡിയകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്തു, കൺജങ്ക്ട്സ് എന്ന് പറയുന്ന അഡ്വേർബിൽ ഉൾപ്പെട്ടു. അങ്ങനെ രണ്ട് സെന്റൻസുകളെ കണക്ട് ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ കൺജങ്ക്ട്സ് എന്ന് പറയാം. അപ്പൊ രണ്ട് സെന്റൻസുകളെ പല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഒന്ന് അഡീഷണൽ ഇൻഫോർമേഷൻസ്. ഫസ്റ്റ് സെന്റൻസ് കൊടുത്തു, ഷീ ഈസ് ഇന്റലിജന്റ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് കൊടുത്തു. പക്ഷെ അത് പോരാ, കുറച്ചും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഷീ ഈസ് ഇന്റലിജന്റ്, ഷീ ഈസ് ഹാർഡ് വർക്കിംഗ്. അവള് ഇന്റലിജന്റ് ആണ്, മാത്രല്ല അവള് ഒരു ഹാർഡ് വർക്കിംഗ് കൂടിയാണ്. മോർ ഓവർ എന്ത് ചെയ്തു, ഒരു സെന്റൻസിക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സെക്കൻഡ് പോയിന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അഡ്വേർബ് ആണ് മോർ ഓവർ. അപ്പൊ അങ്ങനെ അഡീഷൻ എന്നുള്ള രീതിയിൽ, ആഡ് ഇൻഫോർമേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് സെന്റൻസ് ആഡ് ചെയ്യാം. ഇനി കോൺട്രാസ്റ്റ്, ഓപ്പോസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്, ഹി ഈസ് റിച്ച്, അവൻ റിച്ച് ആണ്. ഹി ഈസ് അൺഹാപ്പി, പക്ഷെ പൈസ ഉണ്ടായിട്ടും എന്താണ്, ആള് അൺഹാപ്പി ആണ്. ഹൗഎവർ എന്ന് പറയുന്നത് എന്ത് ചെയ്തു, കോൺട്രാസ്റ്റ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസ് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് അഡ്വേർബുകൾ. അപ്പൊ ദ സെക്കൻഡ് ഐഡിയ കോൺട്രാസ്റ്റ് വിത്ത് ഫസ്റ്റ് അല്ലെ. ഫസ്റ്റ് ഹി ഈസ് റിച്ച് എന്ന് പറയുന്ന ഒരു ഐഡിയനോട് എതിർത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് സെക്കൻഡ് സെന്റൻസ് വരുന്നത്. അപ്പൊ ഒന്ന് അഡീഷൻ, ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഷീ ഈസ് ഇന്റലിജന്റ് ആൻഡ് ഷീ ഈസ് ഹാർഡ് വർക്കിംഗ്. ഇപ്പൊ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കോൺജങ്ക്ട്സിൽ എന്ത് ചെയ്യുന്ന ഒന്ന് അഡീഷൻ ആണെന്നെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് കോൺട്രാസ്റ്റ് ആണ്. അതിന്റെ ഒരു ഒപ്പോസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് അഡ്ജക്റ്റീവുകളാണ് നമ്മൾ കോൺട്രാസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ എന്ത് ചെയ്തില്ല, കൺജങ്ക്ട് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസിൽ ആഡ് ചെയ്യുന്ന രണ്ട് ക്ലോസുകളെ ആഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് അഡ്വേർബുകളെയാണ് നമ്മൾ കൺജങ്ക്ട്സ് എന്ന് പറയാം. രണ്ട് ക്ലോസുകൾ നമ്മൾ പല രീതിയിൽ ആഡ് ചെയ്യാം. ഒന്ന് ഇൻഫോർമേഷൻസ് ആഡ് ചെയ്യാം, ഒന്ന് ഈ കോൺട്രാസ്റ്റ് ആയിട്ട് പറയാം, അതേപോലെ തന്നെ റിസൾട്ട് അല്ലെങ്കിൽ ഒന്നിന്റെ സീക്വൻസ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരിനെ കമ്പയർ ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ്, രണ്ട് സെന്റൻസുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതാണ്. ഇപ്പൊ റിസൾട്ട് എന്ന് പറയുന്നത് therefore,
thus he worked hard, therefore he passed the exam. അപ്പൊ ഇത് രണ്ട് സെന്റൻസുകളുടെ അല്ലെങ്കിൽ he worked hard എന്ന് പറയുന്ന ഇതിന്റെ റിസൾട്ട് കാണിക്കുകയാണ് അടുത്ത സെന്റൻസ്. ഇപ്പൊ റിസൾട്ട് കാണിക്കാൻ വേണ്ടി സീക്വൻസ് അല്ലെങ്കിൽ കോൺസിക്വൻസസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് റിസൾട്ട് ടൈപ്പ് ഓഫ് adverbs. പിന്നെ വരുന്നത് സീക്വൻസ് ആണ്, ഷോ ഓർഡർ. ഇപ്പൊ ഫസ്റ്റ് ഇത് വന്നു, രണ്ടാമത് ഇത് വന്നു, ഫൈനലി ഇങ്ങനെ സംഭവിച്ചു. ഫസ്റ്റ് വാഷ് ദ വെജിറ്റബിൾ ദെൻ കട്ട് ദം. ആദ്യം വാഷ് ചെയ്യുക പിന്നെ കട്ട് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു സംഭവം. രണ്ട് സെന്റൻസുകളാണ്. ആ രണ്ട് സെന്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സീക്വൻസ്, ആദ്യം ഇത് രണ്ടാമത് ഇത് എന്ന് പറഞ്ഞു കൊണ്ടുവരുമല്ലോ. അങ്ങനെ സീക്വൻസ് രീതിയിൽ സെന്റൻസുകളെ കണക്ട് ചെയ്യിക്കുന്ന ടൈപ്പ് ഓഫ് അഡ്വേർബുകളെയാണ് നമ്മൾ കൺജങ്സിലെ സീക്വൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ രണ്ട് സെന്റൻസുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അലി ലവ്സ് റീഡിങ്, ലൈക്ക്വൈസ് ഹിസ് സിസ്റ്റർ എൻജോയ് ബുക്സ്. അങ്ങനെ രണ്ട് സെന്റൻസുകളെ കമ്പയർ ചെയ്യാന്നുള്ളത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് ഫോക്കസിങ് അഡ്വേർബ്സ് എന്ന് പറയുന്നത്. എന്താ ഫോക്കസിങ് അഡ്വേർബ്സ് എന്ന് പറയുന്നത്? ഒരു വേർഡ് ആണല്ലേ അഡ്വേർബ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് വേർഡ് അല്ലെങ്കിൽ ഒരു ഫ്രേസ്. അതെന്താണ് നമുക്ക് തരുന്നത്? ഹൈലൈറ്റ് വൺ പാർട്ട് ഓഫ് ദ സെന്റൻസ് അല്ലെങ്കിൽ ദാറ്റ് ചേഞ്ച് വാട്ട് ദ സെന്റൻസ് എംഫസൈസ്. ആ ഒരു സെന്റൻസിൽ എന്താണ് എംഫസൈസ് ചെയ്യുന്നത്, എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരുന്നതാണ് ഫോക്കസിങ് അഡ്വേർബ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നോക്കൂ. ഒരു സെന്റൻസിൽ ഏതെങ്കിലും ഒരു പാർട്ട് ആയിരിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ, ഒൺലി ജോൺ പാസ്ഡ്. ഇവിടെ ആർക്കാണ് ഫോക്കസ് കൊടുത്തിട്ടുള്ളത്? ജോണിന്. ജോൺ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? പാസ് ആയിട്ടുള്ളൂ. നോട്ട് എനി വൺ എൽസ് അല്ലെ, വേറെ ആരും പാസ് ആയിട്ടില്ല. നോബഡി എൽസ് പാസ്ഡ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സെന്റൻസിൽ ഏതെങ്കിലും ഒന്നിന് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്ത് ചെയ്യുക? ഫോക്കസ് കൊടുക്കണം. സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് അഡ്വേർബുകളെയാണ് നമ്മൾ ഫോക്കസിങ് അഡ്വേർബ് എന്ന് പറയാ. അതിന് നമ്മൾ എന്ത് ചെയ്തു? അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് അഡ്വേർബ് ഉണ്ട്. ഒൺലി ജോൺ പാസ്ഡ്, ഈവൻ, ജസ്റ്റ്, നിയർലി, സ്പെഷ്യലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഒരു സംഭവത്തിന് മാത്രം ഫോക്കസ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫോക്കസിങ് അഡ്വേർബ്സ്. അതിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റെസ്ട്രിക്റ്റീവ്, അഡിക്റ്റീവ്, പർട്ടിക്കുലറൈസിങ്. റെസ്ട്രിക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ ഒന്നിൽ മാത്രം എന്താണ് ഫോക്കസ് കൊടുത്തുകൊണ്ട്. അഡിക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇതും കൂടെ വേറെ ഒന്നും ആഡ് ചെയ്തുകൊണ്ട്. പർട്ടിക്കുലറൈസിങ് എന്ന് പറയുമ്പോൾ സംതിങ് മോർ സ്പെസിഫിക് ഓർ എക്സാക്ട് അതന്നെ എന്നുള്ള രീതിയിൽ വരുന്നത്. അങ്ങനെ മൂന്ന് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഫോക്കസിങ് അഡ്വേർബ്സ് കൊടുത്തിട്ടുള്ളത്. ഇനി ഓരോന്ന് എന്ത് ചെയ്യുക? എക്സാമ്പിൾ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. റെസ്ട്രിക്റ്റീവ് ഫോക്കസിങ് അഡ്വേർബ്സ് എന്താ നോക്കൂ. Restrictive focusing adverb limit or restrict the meaning to one person, thing or action. ഒന്നിലേക്ക് ചുരുക്കി കൊണ്ടുവരും, ഒന്നിലേക്ക് റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് അതിന്റെ മീനിങ് കൊണ്ടുവരാണ്. ഇവിടെ നമ്മൾ കൊടുത്തതുപോലെ only John passed എന്ന് പറയുമ്പോൾ അത് മീനിങ് ആരിലേക്ക് ചുരുക്കി? റെസ്ട്രിക്ട് ചെയ്തു, ജോണിലേക്ക് ചുരുക്കി അല്ലേ. ജോൺ പാസ്ഡ്, വേറെ ആരും പാസ് ചെയ്തിട്ടില്ല. അതാണ് റെസ്ട്രിക്റ്റീവിൽ വരുന്നത്. അഡിക്റ്റീവ് ഫോക്കസിങ് അഡ്വേർബ് എന്ന് പറയുമ്പോൾ ഫോക്കസിങ് അഡ്വേർബ് add someone or something to an already existing group. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ വേറെ ഒന്നിനെയും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ അലി ഓൾസോ അറ്റൻഡ് ദ മീറ്റിംഗ്. അപ്പോൾ ജോൺ മാത്രമല്ല അലിയും കൂടെ എന്ത് ചെയ്തു? മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. ഓൾറെഡി നമ്മൾ ഒരാളെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് വേറെ ഒരാളെയും കൂടി നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ അതാണ് അതേഴ്സ് അറ്റൻഡ് ദ മീറ്റിംഗ്, അലി ടു അറ്റൻഡ്. എല്ലാവരും അറ്റൻഡ് ചെയ്തു, അലിയും കൂടെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? അലീനെ നമ്മൾ അതിലേക്ക് എന്താണ് കൊണ്ടുവരാണ്. ആദ്യം എന്താണ്? ജോൺ എന്ന് പറയുന്ന ഒന്നിലേക്ക് മാത്രമാണ് നമ്മൾ റെസ്ട്രിക്റ്റിംഗിലേക്ക് വരുമ്പോൾ ഒന്നിലേക്ക് മാത്രം. ജോൺ എന്ന് പറയുന്ന ഒന്നിലേക്ക് വരികയാണെന്നെങ്കിൽ അഡിക്റ്റീവിലേക്ക് വരുമ്പോൾ എല്ലാവരും ഉണ്ട്, പക്ഷെ അതിലേക്ക് അലീനെയും കൂടെ നമ്മൾ സ്പെസിഫിക് ചെയ്തിട്ടില്ല, അഡീഷണലി ആഡ് ചെയ്യാണ്. അപ്പൊ അതിനാണ് നമ്മൾ അഡിക്റ്റീവ് ഫോക്കസിങ് അഡ്വേർബ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ പർട്ടിക്കുലറൈസിങ് ഫോക്കസിങ് അഡ്വേർബ്. ഇതെന്താണ്? ഫോക്കസിങ് അഡ്വേർബ് ഐഡന്റിഫൈ എ സ്പെസിഫിക് എക്സാമ്പിൾ ഓർ എ പെർട്ടിക്കുലർ കേസ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതിനെയോ അതല്ലാന്നെങ്കിൽ നമുക്ക് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് പർട്ടിക്കുലർലി, എസ്പെഷ്യലി, സ്പെസിഫിക്കലി, ചീഫ്ലി, മെയിൻലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നിനെ പർട്ടിക്കുലറൈസ് ചെയ്യുമ്പോൾ അതെന്താണ്? പർട്ടിക്കുലറൈസിങ് ഫോക്കസിങ് അഡ്വേർബ്സിൽ ഉൾപ്പെടും. എക്സാമ്പിൾ നോക്കൂ. ഐ എൻജോയ് ഫ്രൂട്ട്സ് അല്ലെ. ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സും ഞാൻ എൻജോയ് ചെയ്യും. സ്പെഷ്യലി മാംഗോ എന്ന് പറയുമ്പോൾ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ പർട്ടിക്കുലറൈസ് ചെയ്തു. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒന്നിനെ പർട്ടിക്കുലറൈസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പർട്ടിക്കുലറൈസിങ് ഫോക്കസിങ് അഡ്വേർബിൽ ഉൾപ്പെടുത്തും.
ഇനി ടൈപ്പും ഫങ്ഷനും കോമൺ വേർഡ്സും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. റെസ്ട്രിക്റ്റീവ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് മീനിങ് ആണ്. ഒൺലി, ജസ്റ്റ്, മിയർലി എന്ന് പറയുമ്പോൾ ഒന്നിനെ മാത്രം. അഡിക്റ്റീവ് എന്ന് പറയുമ്പോൾ ആഡ് സംതിങ് ആണ്. ഓൾസോ, ടു, ഈവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർഡുകൾ നമ്മൾ അവിടെ യൂസ് ചെയ്യും. പർട്ടിക്കുലറൈസിങ് എന്ന് പറഞ്ഞ് വരുമ്പോൾ അവിടെ ഹൈലൈറ്റ് സ്പെസിഫിക് എക്സാമ്പിൾ ആണ്. എസ്പെഷ്യലി അല്ലെ, ഓൾ ഫ്രൂട്ട്സ് ഇഷ്ടമാണ്, പക്ഷെ അതിൽ എസ്പെഷ്യലി മാംഗോ ആണ്. പർട്ടിക്കുലർലി ഈ ബുക്കാണ് എനിക്കിഷ്ടം. കുറെ ബുക്കുകൾ എനിക്ക് ഇഷ്ടമുണ്ട്. ഇപ്പൊ കെ ആർ മീരന്റെ എല്ലാ ബുക്കുകളും എനിക്ക് ഇഷ്ടമാണ്. പർട്ടിക്കുലർലി ഞാൻ വായിക്കുന്നത് ഈ ബുക്കാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് എനിക്കിഷ്ടം. മോഹൻലാലിന്റെ ഓൾമോസ്റ്റ് ഓൾ ഫിലിംസും എനിക്ക് ഇഷ്ടമാണ്. പർട്ടിക്കുലർലി മോഹൻലാലിന്റെ ആദ്യം ഇറങ്ങിയിട്ടുള്ള മൂവീസ് എന്ന് പറയുന്നത് പർട്ടിക്കുലർലി ഒന്നിനെ പർട്ടിക്കുലറൈസ് ചെയ്ത് പറയുന്നതാണ്. അപ്പൊ ഇതാണ് 3 ടൈപ്പ് ഓഫ് റെസ്ട്രിക്റ്റീവും അഡിക്റ്റീവും പർട്ടിക്കുലറൈസിംഗും വരുന്ന അഡ്ജക്റ്റീവ്, അഡ്വേർബ്. മോഡേൺ ഗ്രാമറിയൻസിലെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് അഡ്വേർബ്സ് ആണ് ഡിഗ്രി അഡ്വേർബ്സ് എന്ന് പറയുന്നത്. ഡിഗ്രി അഡ്വേർബ്സ് ടെൽ us ഹൗ മച്ച് അല്ലെങ്കിൽ ഹൗ എക്സ്റ്റെന്റ്, അതല്ല ടു വാട്ട് എക്സ്റ്റെന്റ്, അതിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട്, നല്ല സ്ട്രെങ്ത് ഉണ്ടോ, അല്ലെങ്കിൽ മീഡിയം ആണോ, അതോ അപ്രോക്സിമേറ്റ് ആണോ, ഏറെക്കുറെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ കാണിക്കുന്നതിനെയാണ് ഡിഗ്രി അഡ്വേർബ്സ് എന്ന് പറയാം. അപ്പൊ അതില് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷീ ഈസ് വെരി ഹാപ്പി എന്ന് പറയുമ്പോൾ അവൾ എന്താണ്, അതിന്റെ ഡിഗ്രി എത്രയാണ് അല്ലെ? വെരി ഹാപ്പി എന്ന് പറയുന്നത് അതിന്റെ ഡിഗ്രി കാണിക്കുന്നുണ്ട്. അപ്പൊ ഷീ ഈസ് ഓൾമോസ്റ്റ് ഹാപ്പി എന്ന് പറയുമ്പോൾ ഏറെക്കുറെ സന്തോഷം ഉണ്ട്. അപ്പൊ അതിന്റെ ഡിഗ്രിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ഡിഗ്രി പറയുന്ന ടൈപ്പ് ഓഫ് അഡ്വേർബുകളാണ് ഡിഗ്രി അഡ്വേർബ്സ് എന്ന് പറയാം. അതിനെ നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആംപ്ലിഫയേഴ്സ്, ഡൗൺ ടോണേഴ്സ്, അപ്രോക്സിമേറ്റ്. ആംപ്ലിഫയേഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രോങ്, ഇന്റൻസിറ്റി, ഇൻക്രീസ് ദ ഇന്റൻസിറ്റി, അതിന്റെ ഇൻക്രീസ് കൂടി വരുന്നതിന് നമ്മൾ ആംപ്ലിഫയർ എന്ന് പറയും. ഡൗൺ ടോണേഴ്സ് എന്ന് പറയുമ്പോൾ ഡിക്രീസ് ചെയ്ത് വരുന്നതിന്. അപ്രോക്സിമേറ്റ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്നതിന് നമ്മൾ അപ്രോക്സിമേറ്റേഴ്സ് എന്ന് പറയും. അപ്പൊ അതെന്താന്ന് കൂടെ നോക്കാം. ഇവിടെ ആംപ്ലിഫയേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഡൗൺ ടോണേഴ്സ് കൊടുത്തിട്ടുണ്ട്, അപ്രോക്സിമേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇൻക്രീസ് ഇന്റൻസിറ്റി എക്സാമ്പിൾ നോക്കുക. വെരി, എക്സ്ട്രീംലി, കംപ്ലീറ്റ്ലി, അബ്സല്യൂട്ട്ലി എന്ന് പറയുമ്പോൾ ഷീ ഈസ് വെരി ഇന്റലിജന്റ്, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പൊ ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് നോർമൽ ആണ്. പക്ഷെ ആംപ്ലിഫൈഡ് ആവുമ്പോൾ വെരി ബ്യൂട്ടിഫുൾ, അതിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്തു, കൂട്ടി കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ആംപ്ലിഫയേഴ്സ് എന്ന് പറയാം. ഡൗൺ ടോണേഴ്സ് എന്ന് പറയുമ്പോൾ റെഡ്യൂസ് ഇന്റൻസിറ്റി, അതിന്റെ ഇന്റൻസിറ്റി കുറച്ച് കൊണ്ടുവരുന്നതിനെ നമ്മൾ ഡൗൺ ടോണേഴ്സ് എന്ന് പറയും. Slightly, somewhat, rather, fairly. The room is fairly large. കുഴപ്പമില്ല. But there is no extremely large അല്ല, നല്ല വലുതെന്ന് പറയല്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ അതിന്റെ ഒരു ഡിഗ്രി കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൗൺ ടോണേഴ്സ് യൂസ് ചെയ്യുക. ഇനി അപ്രോക്സിമേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിയർലി ട്രൂ, ഓൾമോസ്റ്റ്, നിയർലി, റഫ്ലി. The work is almost finished, കംപ്ലീറ്റ് ഫിനിഷ്ഡ് അല്ല, എന്ത് ചെയ്യുന്നത്, നോട്ട് കംപ്ലീറ്റ്ലി ബട്ട് വെരി ക്ലോസ് ടു ഫിനിഷ്. അപ്പൊ അത് അതിന്റെ ഒരു മോഡറേറ്റ് രീതിയിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ അപ്രോക്സിമേറ്റേഴ്സ് എന്ന് പറയാം. ഇതാണ് 5 ടൈപ്പ് ഓഫ് മോഡേൺ ഗ്രാമറിയൻസിന്റെ ക്ലാസിഫിക്കേഷൻ. അതിൽ ഡിഗ്രിയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഡിഗ്രീന്റെ 3 ടൈപ്പാണ് ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ആംപ്ലിഫയേഴ്സ്, അതേപോലെ തന്നെ ഡൗൺ ടോണേഴ്സ്, പിന്നെ അപ്രോക്സിമേറ്റേഴ്സ്. ഇതാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ള മോഡേൺ ഗ്രാമറിയൻ ട്രീ. കംപ്ലീറ്റ്ലി കൊടുത്തിട്ടുണ്ട്. അഡ്ജങ്ക്സ് അവിടെ മാനറും ഡയറക്റ്റ് ആയിട്ട് പറയുന്നതിനൊക്കെ നമ്മൾ അഡ്ജങ്ക്സിൽ ഉൾപ്പെടുത്തി. മാനർ, ടൈം, പ്ലേസ്, ഫ്രീക്വൻസി, ഡ്യൂറേഷൻ, ഡിഗ്രി. പിന്നെ നമ്മൾ രണ്ടാമത് നോക്കിയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അത് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ അത് ആ സ്പീക്കറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, സ്പീക്കർ ഹോണസ്റ്റ്ലി, ഫ്രാങ്ക്ലി, അയാളുടെ ആറ്റിറ്റ്യൂഡിനൽ ആണെന്നെങ്കിൽ അയാളുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ പറയുന്നതിനെയാണ് ഡിസ്ജങ്ക്സ്. കൺജങ്ക്സ് എന്ന് പറയുമ്പോൾ 2 സെന്റൻസുകൾ നമ്മൾ ഏതൊക്കെ ടൈപ്പിൽ ആഡ് ചെയ്യാം. അഡീഷൻ, കോൺട്രാസ്റ്റ്, റിസൾട്ട്, സീക്വൻസ്, കമ്പാരിസൺ. ഫോക്കസിങ് അഡ്വേർബ് എന്ന് പറയുന്നത് നമ്മൾ 3 ടൈപ്പിൽ പറഞ്ഞു. ഒൺലി, ഈവൻ, ജസ്റ്റ്, എസ്പെഷ്യലി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏതിനെയാണോ ഒരു സെന്റൻസിൽ ആദ്യം എന്തിനാണോ ഫോക്കസ് കൊടുക്കുന്നത് അത് ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഫോക്കസിങ് അഡ്വേർബ്സ് എന്ന് പറയാം. പിന്നെ ഡിഗ്രി അഡ്വേർബ്സിൽ നമ്മൾ അതിന്റെ ഒരു ഡിഗ്രി എത്രത്തോളം വരുന്നുണ്ട്, അതിന്റെ ഒരു ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് ആംപ്ലിഫയേഴ്സ്, ഡൗൺ ടോണേഴ്സ്, അപ്രോക്സിമേറ്റേഴ്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോഡേൺ ഗ്രാമർ ട്രീ എന്ന് പറയുന്നത്. ആൻഡ് ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു അഡ്വേർബ് എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു. ഇവിടെ ചെറിയൊരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ ഗ്രാമർ വേഴ്സസ് മോഡേൺ ഗ്രാമർ എന്ന് പറയുന്നത്. ട്രഡീഷണൽ ഗ്രാമർ മെയിൻലി ബേസ് ചെയ്തിട്ടുള്ള എന്താണ്, മീനിങ് ആണ്. പിന്നെ മോഡേൺ ഗ്രാമർ എന്ന് പറയുമ്പോൾ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ ആണ്. മാനർ, ടൈം, പ്ലേസ്, ഫ്രീക്വൻസി ഇതൊക്കെ ട്രഡീഷണൽ ഗ്രാമറിൽ വരുന്നുണ്ടെങ്കിൽ മോഡേൺ ഗ്രാമറിൽ അതൊക്കെ അഡ്ജങ്ക്റ്റിന്റെ ബേസിൽ വരും.
ഡിഗ്രി ഇവിടെ എന്ത് ചെയ്തു, ഡിഗ്രി അഡ്വേർബ് അഡ്ജങ്ക്റ്റ് എന്നുള്ള രീതിയിൽ വരും. റീസൺ അതേപോലെ തന്നെ റീസൺ ഒക്കെ എന്ത് ചെയ്തു, രണ്ട് സെന്റൻസുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നതിൽ ഇവിടെ കൺജങ്ക്റ്റ് എന്ന് വിളിക്കുന്നു. ഫോക്കസിൽ ഇവിടെ ഫോക്കസിങ് അഡ്വേർബ് സ്പീക്കറിന്റെ ആറ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ട് പറയുന്നതിന് ഡിസ്ജങ്ക്റ്റ് എന്നാണ് വിളിച്ചത്. So that's all about today's session. Thank you.